ഏതൊക്കെ ഈ ഗൾഫ് നാടുകളിലെ എണ്ണയുടെ പ്രവാഹമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഗൾഫിലെ പല രാജ്യങ്ങളും ആശങ്കയിലുണ്ട്. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. പ്രജിൻ നന്നായി വിശദീകരിക്കുന്നു എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണ കൂടി വന്നാൽ എത്രമാത്രം അപകടകരമാണ് ഈ കടലിടുക്ക് അടച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകട്ടെ. തീർച്ചയായിട്ടും എസ്.കെ. അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. GCC രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് ഈ മാപ്പിൽ തന്നെ വളരെ വ്യക്തമാണ്. അതാ ഞാൻ ഒന്നുകൂടി അതിനെ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ മാപ്പ്. അതിൽ ഏത് ഭാഗത്താണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്താണ് ഹോർമുസ് കടലിടുക്കിന്റെ സ്ഥാനം. അപ്പോൾ തന്നെ ഈ ഒരു കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടെ തന്നെ ഈ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ ചരക്ക് ഗതാഗതവും നിലച്ചു പോകും. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രധാനപ്പെട്ട GCC രാജ്യമായ കുവൈറ്റാണ്. ഏറ്റവും കൂടുതൽ അസംസ്കൃത അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം നടക്കുന്ന ഖനനം നടക്കുന്ന ഒരു പ്രദേശമാണ് കുവൈറ്റ്. മറ്റൊന്ന് ഇറാഖ്, അതോടൊപ്പം സൗദി അറേബ്യ, അതോടൊപ്പം ഒമാൻ, ഇറാൻ, നേരത്തെ നിങ്ങൾ പറഞ്ഞു, യുണൈറ്റഡ് അറബ് UAE, ഇത്തരം രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങളിലേക്ക് എല്ലാമുള്ള ഒരു ചരക്കുപാതയാണ് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക്. ഇവിടെ അടയ്ക്കുന്നതോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ഒന്നുകൂടി ഊന്നി പറയേണ്ടത്. ഒന്ന്, ഈ GCC രാജ്യങ്ങളിലേക്കുള്ള സാധാരണ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ചരക്കുകളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക് നിലയ്ക്കും. അങ്ങനെ അവരൊറ്റപ്പെടുന്ന ഒരു സ്ഥിതി വരും. അല്ലെങ്കിൽ ആകാശമാർഗ്ഗമോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളൊക്കെ തേടേണ്ടി വരും. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. സമുദ്രമാർഗ്ഗം വഴിയാണല്ലോ ഏറ്റവും വലിയ ഈ ചരക്ക് ഗതാഗതം നടക്കുന്നത്. അത് പൂർണ്ണമായും തടസ്സപ്പെടും. ഇനി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ GCC രാജ്യങ്ങൾ, കുവൈറ്റ് അല്ലെങ്കിൽ സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി വാണിജ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട പാതയാണ്. ഒരു പക്ഷേ ഇത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു കപ്പലിന് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പാത അവിടെ നിന്നാണ് തുറന്നു വരിക. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അറേബ്യൻ സീ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് കപ്പലുകൾക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക വഴി, അത് ഇറാന്റെ ഒരു തന്ത്രമാണ്, അടയ്ക്കുക വഴി മറ്റു രാജ്യങ്ങളെ കൂടി ബുദ്ധിമുട്ടിലാക്കാൻ ഇറാന് കഴിയും. സ്വാഭാവികമായിട്ടും അമേരിക്ക അടക്കമുള്ള ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്ന നടത്തുന്ന രാജ്യങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കടലിടുക്കിനെ ഒരു വെപ്പണായി ഈ പ്രതിരോധ സമയത്ത് ഇറാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു പ്രജിൻ സി കണ്ണൻ.